എവരിവൺ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ വീക്കെൻഡിൽ ഏട്ടൻ്റെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഏട്ടൻ ദോശയുടെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പണ്ട് ഏട്ടൻ്റെ അച്ഛമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു പൊടി കുഞ്ഞി എന്താ പറയുക, ഒരു ചമ്മന്തിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. നമുക്ക് ദോശയുടെ കൂടെ, രാവിലെ ഇഡ്ഡലിയുടെ കൂടെ പറ്റും കേട്ടോ. നമുക്ക് രാവിലെ വേറെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് ദോശ കഴിക്കാൻ പറ്റുമേ. ഈ റെസിപ്പി ശരിക്കും ഒരു സ്പെഷ്യലാണ്. കാര്യം ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏട്ടനാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ക്യാമറ വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയുള്ളി ഇവിടെ ഞങ്ങൾക്ക് വലിയ ചെറിയുള്ളിയാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് എന്താ പറയുക, തീരെ പൊടി പോലെ അരിയണം കേട്ടോ. അത് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ പൊടി പോലെ അരിയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഏകദേശം ഒരു 5 or 6 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഏട്ടനായതുകൊണ്ട് എല്ലാ ഏട്ടൻ്റെ റെസിപ്പീസും എപ്പോഴും ഒരുപോലെ ആയിരിക്കും കേട്ടോ. അത് സ്റ്റാൻഡർഡൈസ് ചെയ്തതാണ്. അതിൽ നിന്ന് ഒരു കറിവേപ്പില പോലും മാറില്ല. അപ്പോൾ അതിന് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിയണം. എന്നിട്ട് നമ്മുടെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അതിനകത്തേക്ക് ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ അതിനകത്തേക്ക് ഇടുന്നത് ചുവന്ന മുളക് കേട്ടോ. കുറച്ച് ചുവന്ന മുളക്, ഉപ്പ്. ചുവന്ന മുളകെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയാണേ. മുളക് പൊടിയും ഒരുപാട് ഇടരുത് കേട്ടോ. എരിവ് ഞങ്ങൾക്കിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കിട്ടുള്ളൂ. അതും ഉപ്പ് കിട്ടും. അതിനിടയ്ക്ക് ഏട്ടൻ ദോശ നോക്കാൻ പോയിട്ട്, കാര്യം ദോശ ഇല്ലെങ്കിൽ കരിയെന്ന് പറഞ്ഞിട്ട് വേഗം പോയി ദോശ നോക്കി. അപ്പോൾ എന്തൊക്കെയാണ്, ചെറിയുള്ളി, കറിവേപ്പില, മുളക് പൊടി, ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഇത്തിരി കട്ടയായിട്ട് അവിടെ ഇരിക്കുന്നത്, തണുപ്പായതുകൊണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ചൂടിൽ ഒരു പൊടിക്ക് വെള്ളവും കൂടി ഒഴിച്ചു. ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് അരയ്ക്കണം. നന്നായിട്ട് ഇതുപോലെ ഇപ്പോൾ ഏട്ടനെ കാണിക്കുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇടിച്ച് ഇതിനെ ഇങ്ങനെ എന്താ പറയുക, ഈ പരുവത്തിലേക്ക് എത്തിക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് കൂട്ടി ദോശ കഴിച്ചാണ്ടല്ലോ എന്ത് രസമെന്നറിയാവോ. പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. കാര്യം ആ ഒരു എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പ്, എല്ലാ ഫ്ലേവറും കൂടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ.